ഹലോ. പൊതുവേ ഈ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസമായി കഴിഞ്ഞാൽ, അതായത് സമ്മർ തുടങ്ങിക്കഴിഞ്ഞാൽ യൂറോപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോബി അല്ലെങ്കിൽ ഒരു ടൈം പാസ് ആണ് ഫ്രൂട്ട് പ്ലക്കിംഗ് അല്ലെങ്കിൽ സ്ട്രോബെറി പ്ലക്കിംഗ്. ഇതുപോലെ കുറേ ഫാംസ് ഉണ്ടാവും. നമുക്ക് അവിടെ വന്ന് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന സ്ട്രോബെറി ഫാമിലാണ്. ഇവിടെ ചെറിയും പ്ലമ്മും ഒക്കെ ഉണ്ട്. നമുക്ക് ഇതേ നല്ല സ്ട്രോബെറിയൊക്കെ നോക്കി അപ്പോൾ തന്നെ പറിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ വെച്ച് തന്നെ കഴിക്കാം. ഒരു ചെറിയ എൻട്രി ഫീ മാത്രമേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് കഴിക്കാം. നമ്മൾ ഇവിടെ നിന്ന് പറിച്ചൊരു ബോക്സിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അവർ വെയിറ്റ് നോക്കിയിട്ട് അതിന് ചാർജ് ചെയ്യും. അപ്പോൾ കൂടുതൽ ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ഇവിടെ നിന്ന് തന്നെ പറിച്ച് കഴിച്ചിട്ട് പോവും. ആവശ്യത്തിനുള്ളത് മാത്രം വീട്ടിലേക്ക് കൊണ്ടുപോകും. ഞങ്ങൾ ഓഗസ്റ്റിലാണ് വന്നത്. പൊതുവേ ഇതിൻ്റെ സീസൺ തീരുന്ന സമയമാണ്. അപ്പോൾ അധികം വലിയ സ്ട്രോബെറീസ് ഒന്നും ഇല്ല. എന്നാലും നമ്മൾ ഇങ്ങനെ ഒന്ന് ചെകഞ്ഞ് നോക്കിയാൽ വിശാലമായ ഒരു ഷോറൂം കാണാൻ കഴിയും. കണ്ടോ, ഇതിൻ്റെ ഇടയിലൊക്കെ ഒളിച്ച് നിൽപ്പുണ്ട്. ഇതും നല്ല വിളഞ്ഞത്, നല്ല മധുരമാണ്. നേരിട്ട് പറിച്ച് കഴിക്കുമ്പോൾ, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് കിട്ടാറില്ല. പക്ഷേ ഫാമിൽ നിന്ന് നേരിട്ട് പറിച്ച് കഴിക്കുമ്പോൾ സൂപ്പറാണ്. ഇത് കണ്ടോ, ഇതാണ് ഭയങ്കര ഔഷധ ഗുണമുള്ള ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ റിച്ച് ആയിട്ടുള്ള ബ്ലൂബെറി. ഇതും നമുക്ക് ഇതുപോലെ പറിക്കാം. പറിച്ചിട്ട് ആവശ്യമുള്ളതൊക്കെ തിന്നാം. നല്ല സ്വീറ്റാണ്. വേണമെങ്കിൽ ബോക്സിൽ കൊണ്ടുപോകാം. ഇവിടെ തിന്നു കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ട. ബോക്സിൽ കൊണ്ടുപോയാൽ അതിനുള്ള പൈസ കൊടുക്കണം. പക്ഷെ മാക്സിമം നമുക്ക് തിന്നാൻ പറ്റില്ല, ഇതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. ഈ സെക്ഷൻ ഫുള്ള് ബ്ലൂബെറീസാണ്. സ്ട്രോബെറിയെക്കാളിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ചെറിയാണ്. സീസൺ ആകുമ്പോൾ ഇതിൻ്റെ രുചിയുണ്ടല്ലോ, സ്ട്രോബെറിയുടെ അപ്പുറം നല്ല മധുരമാണ്. നല്ല വിളഞ്ഞത് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. മരങ്ങൾ ഇവിടെ ഫുൾ ഇതാണ്. സൂപ്പറാണ്. സ്ട്രോബെറിയെക്കാളും മധുരമാണ്. ഇവർക്ക് സ്ട്രോബെറിയാണ് ഇഷ്ടം. പക്ഷേ കണ്ടോ, നല്ല ജ്യൂസി ആയിട്ടുള്ള ചെറി. കണ്ടോ, മുന്തിരി തൂങ്ങിക്കിടക്കും പോലെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ സൂപ്പറായത്. സീസൺ അല്ലാത്തപ്പോൾ പുളിയും കറയൊക്കെ ഉണ്ടാവും. സീസൺ ആണെങ്കിൽ അടിപൊളിയാണ്. ചെറിയൊക്കെ തിന്ന് ലിസ്റ്റ് കിട്ട പോയാൽ കണ്ടോ, ഇത് കണ്ടോ, ഇത് ഇച്ചിരി ചെറുതുമാണ്. ഒരു ലൈറ്റ് റെഡ് ആണ്. ഇതിന് ഇച്ചിരി കൂടെ വലിപ്പവും തടിയും ഉണ്ട്. കുറച്ചുകൂടെ ഡാർക്ക് റെഡാണ്. ഇതിനാണ് ഒരു വൈനിൻ്റെ പോലത്തെ ഇച്ചിരി മധുരവും ടേസ്റ്റും ഉള്ളത്. ഇതിനൊരു ബെറിയുടെ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ്. രണ്ട് ടൈപ്പ് ചെറിയാണ്. എനിക്ക് ഇതിൻ്റെ പേര്, രണ്ടിൻ്റെ പേര് അറിയില്ല. തൽക്കാലം ഇതിന് ചെറി എന്ന് വിളിക്കും. ഒന്ന് ചിരിക്കുമ്പോൾ ഇത് വേറൊരു ടൈപ്പ്. ഇത് കുറച്ചുകൂടെ ഒരു ക്രിസ്പി ഉണ്ട്, കുറച്ചുകൂടെ ജ്യൂസിയാണ്. കുറേ നാൾ പഴുത്ത് നിൽക്കും എന്നുള്ളതാണ് എഴുതി.